നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സമീപകാലത്ത് തകർപ്പൻ പ്രകടനം പുറത്തെടുക്കുന്ന അർജന്റീൻ സൂപ്പർ താരമാണ് ഹൂലിയൻ ആൽവരസ്. ക്ലബിനു വേണ്ടിയും രാജ്യത്തിനു വേണ്ടിയും ഒരുപോലെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കാറുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ 2 സീസണുകളിലായി മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ആകെ 36 ഗോളുകൾ നേടാൻ ഈ ഒരു അർജന്റീൻ സൂപ്പർ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഹൂലിയൻ ആൽവരസ് ഇപ്പോൾ സന്തോഷവാനല്ല. അതിന്റെ കാരണം താരത്തിന് വേണ്ടത്ര അവസരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഏർലിംഗ് ഹാലൻഡ് ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഹൂലിയൻ ആൽവരസിന് സ്റ്റാർട്ടിംഗ് 11-ൽ സ്ഥാനം ലഭിക്കാറില്ല. പലപ്പോഴും പകരക്കാരനായി വന്നുകൊണ്ടാണ് ഹൂലിയൻ ആൽവരസ് മികച്ച പ്രകടനം പുറത്തെടുക്കാറുള്ളത്. എന്നിട്ടും പരിശീലകനായ പെപ് ഗാർഡിയോള വേണ്ടത്ര അവസരങ്ങൾ ഈ താരത്തിന് നൽകാറില്ല. അതുകൊണ്ട് തന്നെ താരം ക്ലബ്ബ് വിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ മാഞ്ചസ്റ്റർ സിറ്റി വിട്ടുകൊണ്ട് മറ്റേതെങ്കിലും ക്ലബിലേക്ക് പോകാൻ താൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം ഹൂലിയൻ ആൽവരസ് ഇപ്പോൾ ക്ലബിനെ തന്നെ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് ചില സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കരാർ പുതുക്കാൻ വേണ്ടി 4 വർഷത്തേക്കുള്ള ഒരു പുതിയ ഓഫർ ഈ താരത്തിന് മാഞ്ചസ്റ്റർ സിറ്റി നൽകിയിരുന്നു. പക്ഷെ അത് താരം നിരസിച്ചു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മറിച്ച് അദ്ദേഹത്തിന്റെ ക്ലബ്ബ് വിട്ടുപോകാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. 2 വമ്പൻ ക്ലബ്ബുകൾ ഇപ്പോൾ ഹൂലിയൻ ആൽവരസിന് വേണ്ടി രംഗത്തുണ്ട്. അത് ചെൽസിയും PSG-യുമാണ്. ഇതിൽ തന്നെ PSG-ക്ക് വലിയ ഒരു താല്പര്യമുള്ള താരമാണ് ഹൂലിയൻ ആൽവരസ്. പക്ഷെ വലിയൊരു തുക താരത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരും എന്നുറപ്പാണ്. ചുരുങ്ങിയത് 80 മില്യൺ യൂറോ എങ്കിലും ഹൂലിയൻ ആൽവരസിന് വേണ്ടി ലഭിക്കാതെ അദ്ദേഹത്തെ കൈവിടാൻ മാഞ്ചസ്റ്റർ സിറ്റി തയ്യാറായേക്കില്ല. താരത്തെ കൈവിടാൻ സിറ്റിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്നിരുന്നാലും ഒരു ഫൈനൽ ഡിസിഷൻ ഇതുവരെ അവർ എടുത്തിട്ടുമില്ല. കഴിഞ്ഞ സീസണിൽ 32 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ ഹൂലിയൻ ആൽവരസിന് കഴിഞ്ഞിട്ടുണ്ട്. സ്ഥിരമായി അവസരം ലഭിക്കുന്ന മറ്റേതെങ്കിലും ക്ലബിലേക്ക് പോവാനാണ് ഇപ്പോൾ താരം താല്പര്യപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.